അഭിഷേകം, anointing comes always with a mission. ഒരു ദൗത്യമേൽപ്പിക്കും. അഭിഷേകത്തിൽ ഒരു ദൗത്യമുണ്ട്. അതായത് രാജാവിൻ്റെ തലയിൽ എണ്ണ ഒഴിച്ചത് എന്തിനാ? ചുമ്മാ എണ്ണയിൽ പോയി കുളിച്ച് കളയാൻ വേണ്ടിയിട്ടാണോ? അല്ല, എന്തിനാ എണ്ണ ഒഴിച്ചേ? രാജത്വം വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി അഭിഷേകം ചെയ്തു. പ്രവാചകന്റെ തലയിൽ കർത്താവ് എണ്ണ ഒഴിച്ചത് എന്താണ്? ദൈവഹിതം വെളിപ്പെടുത്താനുള്ള ദൗത്യം കൈകാര്യം ചെയ്യാൻ അവനെ അഭിഷേകം ചെയ്തു. പുരോഹിതന്റെ തലയിൽ എണ്ണ ഒഴിച്ചത് എന്തിനാണ്? പൗരോഹിത്യ ശുശ്രൂഷ വൃത്തിയായിട്ടും മെനയായിട്ടും ചെയ്യാൻ അവനെ ദൗത്യം ഭരമേൽപ്പിക്കണം. അപ്പൊ എപ്പോഴും ഓർത്തു വെച്ചേക്കണം, അഭിഷേകം എപ്പോഴും വരുന്നത് ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ്. അതിനകത്തൊരു ഡ്യൂട്ടി ഉണ്ട്, നീ ഫുൾഫിൽ ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. അഭിഷേകം കിട്ടിയിട്ട് എനിക്ക് അഭിഷേക നിറമുണ്ടെന്ന് പറഞ്ഞിരുന്നാൽ പോരെന്ന്, നിനക്ക് ചെയ്യാനൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടല്ലേ ഈശോ തന്നെ ഈ ഈശോ ആരുടെ? ഈശോ മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭയങ്കര ക്ലൂ തന്നുപോയല്ലേ? അല്ലെങ്കിൽ മിശിഹ എന്ന വാക്കിന്റെ, മെസയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ. മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ. ആരുടെ അഭിഷിക്തൻ? ആരഭിഷേകം ചെയ്തവൻ? ആരഭിഷേകം ചെയ്തു? അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ the one who is anointed. പാസീവ് വോയിസ് ആണ്. the one who is anointed. അഭിഷേകം ചെയ്യപ്പെട്ടവൻ. മിശിഹ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അപ്പൊ ആരഭിഷേകം ചെയ്തു മിശിഹായെ? ആരഭിഷേകം ചെയ്തു? പിതാവ് അഭിഷേകം ചെയ്തു. നമ്മളിപ്പം മനസ്സിലാക്കുന്നു, എല്ലാ അഭിഷേകവും അതിൻ്റെ കൂടെ ഒരു ദൗത്യമുണ്ട്. അഭിഷേകത്തിന്റെ കൂടെ ഒരു ദൗത്യമുണ്ട്. ഈശോയുടെ അഭിഷേകത്തിന്റെ ദൗത്യം എന്താണ്? കൃത്യം അവൻ ഈ വാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നേ. നോക്കട്ടെ, ആര് പറയും നോക്കട്ടെ. ബിജിലച്ചൻ സമ്മാനം തരും. കൺവെൻഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സമ്മാന വിതരണം ഇരിക്കട്ടെ. കൃത്യം അഭിഷേകത്തെ കുറിച്ച് ഈശോ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ. മിശിഹ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അപ്പൊ ആരഭിഷേകം ചെയ്തു? ദൈവം അഭിഷേകം ചെയ്തു. അപ്പൊ നമ്മൾ മൂന്നാം ഭാഗത്ത് മനസ്സിലാക്കി, അഭിഷേകം എപ്പോഴും വരുന്നത് ഒരു ദൗത്യവുമായിട്ടാണ്. അപ്പൊ മിശിഹായുടെ അഭിഷേകത്തിന് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്ത്. ആർക്ക് പറയാൻ പറ്റും? സുവിശേഷം ഓർത്തെടുത്ത് പറ. കൈ പൊക്കിയാലും മതി, ഇരുന്ന് വിളിച്ച് പറയണ്ട. അച്ഛാ എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. പറ. യെസ്, ഗുഡ്, പറഞ്ഞോ. എക്സാക്ട്ലി. കാരണം അവനൊരു ദിവസം സിനഗോഗിൽ പ്രവേശിച്ച് ചുരുളെടുത്ത് വായിച്ചു. എന്ത് വായിച്ചു? ദരിദ്രർക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ അഭിഷേകത്തിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തുകയാണ്. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ, ബന്ധിതർക്ക് മോചനം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ അഭിഷേകമുണ്ടെന്ന് ധരിക്കുമ്പോൾ, അഭിഷേകത്തിന്റെ അനുഭവം നമ്മളിലുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം എന്താണ്? വാട്ട് ഈസ് മൈ മിഷൻ? എൻ്റെ ദൗത്യം എന്താണ്? എൻ്റെ നിയോഗം എന്താണ്? എനിക്ക് കർത്താവ് അതായത് എന്നെ കർത്താവ് മാറ്റി നിർത്തിയത് എന്തിനാണ്? എന്തിനാണ്? ഇപ്പം ഞാൻ അച്ഛൻ പൗരോഹിത്യം ജീവിക്കുന്നു. ഞാൻ അച്ഛനായിട്ട് 7 വർഷമായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടു. അപ്പം എനിക്ക് ഇപ്പോഴും നല്ല ചിന്തയുണ്ട്. എന്ത്? മാറ്റി നിർത്തപ്പെട്ടു. എല്ലാവരോടും പറയുകയാണ്, ഞാൻ മാറ്റി നിർത്തപ്പെട്ടവനാണ് കേട്ടോ. മാറ്റി നിർത്തപ്പെട്ടവനാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എനിക്ക് മുടിഞ്ഞ സംരക്ഷണമുണ്ട്. അതാണല്ലോ നമ്മുടെ രണ്ടാമത്തത്. എനിക്ക് അഭിഷേകം ഭയങ്കര സംരക്ഷണമുണ്ട്. എനിക്ക് ഒത്തിരി സംരക്ഷണമുണ്ട് കർത്താവിൻ്റെ. അപ്പോൾ ആഫ്റ്റർ ഓൾ ഒരു ചോദ്യം മിച്ചം കിടപ്പുണ്ട്. എന്തിനാണ് നിന്നെ കർത്താവ് മാറ്റി നിർത്തിയത്? 2, എന്തിനാണ് നിനക്ക് പ്രത്യേക സംരക്ഷണം കർത്താവ് തരുന്നത്? എന്തിന്? ഒരു കാര്യം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട് കർത്താവിന്. അങ്ങനെ മനസ്സിലാക്കുക. ഒരു കാര്യം കർത്താവിന് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്. അതായത് ഇന്ന് വ്യക്തിപരമായ ആത്മീയതയുടെ കാലമാണ്. അങ്ങനെ അപകടം കൂടെ ഞാൻ പറയും. ഇതിനോട് ചേർത്ത് ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ ഇന്നത്തെ കാലത്തിൻ്റെ അപകടങ്ങൾ കൂടെ ചേർത്ത് പോവുക. ഇന്ന് വ്യക്തിപരമായ ആത്മീയതയുടെ കാലമാണ്. എന്ന് വെച്ചാൽ എന്താ? എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ നോക്കുക. എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പോകും. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചു, ആരും ഒറ്റയ്ക്ക് പോകുമെന്ന് വിചാരിക്കേണ്ട. കാരണം നിങ്ങളെ ഏൽപ്പിച്ചവരുണ്ട്, നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. അവരുടെ മേൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വർഗത്തിൽ പോകുമായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചേനെ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ. നമ്മൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ? ഇത് കൂട്ടായ്മയുടെ സമൂഹമാണ്.
ഇത് കൈകോർത്ത് പിടിച്ച് നടക്കേണ്ട ജീവിതമാണ്. അതുകൊണ്ടാണ് മാമോദിസായിൽ നമ്മുടെ സീറോ മലബാർ ക്രമത്തിൽ ഒരു രീതിയുണ്ട്. ഒരു കുട്ടിയുടെ മാമോദിസായ്ക്ക് ഉപയോഗിച്ച എണ്ണയുടെ ബാക്കിയാണ് രണ്ടാമത്തെ കുട്ടിക്ക് ആനവാതിൽക്കൽ വെച്ച് നെറ്റിയിൽ പൂശി കൊടുക്കുന്നത്. അത് സാധനമില്ലാഞ്ഞിട്ടോ മിച്ചം പിടിച്ച് വെക്കുന്നതോ അല്ല, മറിച്ച് ഇതൊരു അടയാളമാണ്. കണ്ണിമുറിയാത്തൊരു ചങ്ങലയിലേക്ക് എൻ്റെ കുഞ്ഞെ നീ ചേർക്കപ്പെടുകയാണ്. ഇത് കൂട്ടായ്മയുടെ വിശ്വാസവേദിയാണ്, സഭാ കൂട്ടായ്മയാണ്. ഒറ്റയ്ക്കില്ല കേട്ടോ, ഒറ്റയ്ക്കില്ല. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. നമുക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും അച്ഛനൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് തന്നെ ഉത്തരവാദിത്തം. ഈ ആയുസ്സിനിടയ്ക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം കൊണ്ട് ഒരാളെ ഈശോയിലേക്ക് അടുപ്പിച്ചോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം കൊണ്ട് ഞാൻ ഇന്നലെ വ്യാഴാഴ്ച വരെ തിരുവനന്തപുരത്ത് കാട്ടാക്കട അടുത്ത് ഒരു പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊണ്ണിയൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് ആ ഭാഗത്തേക്ക് പോകുന്നത്, അത്ര ഉള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ലത്തീൻ പള്ളിയാണ്, അമ്മ ത്രേസ്യയുടെ പേരുള്ള ലത്തീൻ പള്ളിയാണ്. 4 ദിവസം തിങ്കൾ തൊട്ട് വ്യാഴം വരെ അവിടെ ധ്യാനമായിരുന്നു. ഇന്നലെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഞങ്ങൾ താമസിച്ച വീട്, ഞാനും എൻ്റെ പാട്ടുകാരൻ ചേട്ടനും കൂടെ, ഞങ്ങളെ അവിടെ പള്ളിമേടയിൽ സൗകര്യം കുറവായതുകൊണ്ട് അച്ഛനൊരു വീട്ടിലാണ് താമസിപ്പിച്ചത്. അപ്പോൾ അവിടെ ഇതിനു മുമ്പും ധ്യാനിപ്പിക്കാൻ വരുന്ന അച്ഛന്മാർ അവിടെ അച്ഛൻ താമസിക്കുന്നതെന്ന് വികാരിച്ചൻ പറഞ്ഞു. ഞാൻ അവിടെ താമസിച്ചു. സുരേഷ് എന്നാണ് ആ കുടുംബനാഥൻ്റെ പേര്. ആള് ഫയർഫോഴ്സിൽ ഒരു ഹയർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. വൈഫ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. അവർ രണ്ടുപേരും ഉള്ളു അവിടെ. അപ്പോൾ ഞങ്ങൾ 2 ദിവസമൊക്കെ താമസിച്ച് കഴിഞ്ഞിട്ട് ഈ കുടുംബനാഥനോട് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഇയാൾ ഞാൻ അയാളുടെ അനുവാദം മേടിച്ചിട്ടുണ്ട്, ഞാനത് പരസ്യമായിട്ട് പറയുമെന്ന്. അയാൾ പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ ഇത്രയും ഇടവകയും കാര്യങ്ങളെല്ലാം ഡീറ്റെയിലായിട്ട് പറഞ്ഞത് പുള്ളി അനുഭവം തന്നത് കൊണ്ടാണ്. പുള്ളി ഇത് പരസ്യം, ഞാൻ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ ഇതിങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കരുത്, എവിടെയെങ്കിലും ഒന്ന് പരസ്യമായിട്ട് വിളിച്ച് പറ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞു ഞാൻ പറയാം അച്ഛാന്ന്. പുള്ളി ഒന്ന് ഒരുങ്ങിട്ട് ഞാൻ പറയാമെന്ന്. പുള്ളി ഇപ്പോൾ അവിടുത്തെ പള്ളിയുടെ സെക്രട്ടറിയോ ഭയങ്കര ആക്റ്റീവ് മെമ്പറൊക്കെയാണ്. പുള്ളി പറയാണ്, ഒരു കാലത്ത് ഐ വാസ് എ സ്ട്രോങ് എത്തയിസ്റ്റ്. നിരീശ്വരവാദിയായിരുന്നു. സാധാരണ നിരീശ്വരവാദിയൊന്നുമല്ല, ഒട്ടുമിക്ക എല്ലാ പുസ്തകങ്ങളും വായിച്ചു മാറ്റി വെക്കുന്ന നല്ല നിരീശ്വരവാദി, നല്ല യുക്തിവാദിയായിരുന്നു. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ മാറ്റം? ഒരു രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ പുള്ളി ഇപ്പം മരിക്കുമെന്ന് തോന്നി. പുള്ളിക്ക് ഒരു രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഇപ്പം മരിക്കുമെന്ന് തോന്നി. തിക്കുമുട്ടൽ, ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര കഷ്ടപ്പാട്. പക്ഷേ പുള്ളിക്ക് ദൈവത്തെ വിളിക്കണമെന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ ബുദ്ധി പുള്ളി സമ്മതിക്കുന്നില്ല ദൈവത്തെ വിളിക്കാൻ. പുള്ളിക്ക് ആരോടും ആ ദിവസം അതിജീവിച്ചു, പുള്ളി ആ രാത്രി അതിജീവിച്ചു. പിറ്റേ ദിവസം പുള്ളിക്ക് ആരോടെങ്കിലും പറയണം. പക്ഷേ പുള്ളിയുടെ ദുരഭിമാനം അനുവദിക്കുന്നില്ല ഇതാരോടെങ്കിലും പറഞ്ഞാൽ കുറച്ചിലായി പോത്തില്ലേ? ഇത്രയും കാലം യുക്തിവാദം പറഞ്ഞു നടന്ന ആളാ, ഇത് എവിടെ ചെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടല്ലേ? പുള്ളി അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നടക്കുകയാണ്. എന്നിട്ട് പുള്ളി പറയുകയാണ്, പുള്ളി പുറത്തേക്ക് ഇറങ്ങി നടന്നു, വഴി കൂടെ നടന്ന് ഒരു സ്ഥലം എത്തിയപ്പോൾ ഇതുവരെ കാണാത്തൊരു മനുഷ്യൻ, ഇതുവരെ പുള്ളിയെ കണ്ടിട്ടില്ല, ഏതോ ഒരു നാട്ടിൻപുറത്തെ അച്ചായൻ, പുള്ളി ആടിനോ പശുവിനോ കൊടുക്കാനുള്ള, ആടിനായിരിക്കും പ്ലാവോ മറ്റോ ഒക്കെ ഇങ്ങനെ ചില്ല വെട്ടി ഇങ്ങനെ തോളത്തിട്ടുകൊണ്ട് പുള്ളി നടന്നു വരുന്നു. ഒരു തോർത്തുമുണ്ടാണ് മുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ തോർത്തുമുണ്ടേ വേഷമുള്ളൂ. ഇയാളുടെ അടുത്ത് എന്നിട്ട് ഈ പുള്ളി ഇത് മുഴുവൻ പറഞ്ഞു, ഈ സംഭവം. ഞാൻ ചോദിച്ചു, എന്തിനാ ഈ പുള്ളിയോട് പോയി പറഞ്ഞേ? പുള്ളി പറയാണ്, അയാൾക്ക് എന്നെ അറിയാമല്ല, എനിക്ക് പുള്ളി അറിയാമല്ല. അപ്പം നാണക്കേടിൻ്റെ ഇഷ്യൂ ഇല്ല, എനിക്കാണെങ്കിൽ ഈ സാധനം വെന്റിലേറ്റ് ചെയ്ത് പോയെന്ന് പോയി. ആരോടെങ്കിലും പറഞ്ഞാൽ മതിയാ, തിക്കുമുട്ടൽ മാറുമല്ലോ. ഞാനിത് മുഴുവൻ സംഭവിച്ചത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പം ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞ ഒറ്റ കാര്യം, ഈശോയോട് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് ഇയാൾ എന്നോട് പറയുകയാണ്, അച്ഛാ എൻ്റെ അപ്പൻ പണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. അപ്പൻ വീടിനകത്ത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ആരോടും കൺസൾട്ട് ചെയ്യാൻ പോയില്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുറിയിൽ പ്രവേശിച്ച് എൻ്റെ അപ്പൻ നിന്നതുപോലെ മുട്ടിന്മേൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ തുടങ്ങിയ മനുഷ്യൻ, ഞാൻ കിടന്ന ബെഡ്റൂമിൽ ഞാൻ നോക്കുമ്പോൾ ഇയാളുടെ ബുക്ക് ഷെൽഫ് ഉണ്ട് അവിടെ റെയ്മണ്ട് ബ്രൗണിൻ്റെ ബൈബിൾ ഇൻ്റർപ്രട്ടേഷൻസ്, വില്യം ബാർക്ലേയുടെ കമൻട്രി, അതായത് ഇതൊക്കെ സെമിനാരി പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ വായിക്കുന്ന സാധനമാണ്. സാധാരണ മനുഷ്യർ വായിക്കേണ്ട വായിക്കുന്ന പുസ്തകങ്ങളോ അല്ല. ഗൗരവമുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് ഇയാൾ വായിച്ച് ഈശോയെ അങ്ങ് കൊതി തീരെ സ്നേഹിക്കുകയാണ് പുള്ളി. ഇപ്പോൾ അത്രയും ഗൗരവത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായെന്നറിയാമോ, ഇതിനകത്ത് 2 പേര് അവരുടെ ദൗത്യം നിർവഹിച്ചതിൻ്റെ ഭാഗമാണ് ഇന്നൊരു തീക്ഷ്ണമതിയായ ക്രിസ്ത്യാനി വന്നത്. ആര്? ആടിന് ചില്ല വെട്ടാൻ പോയ ആ സാധാരണക്കാരൻ, നാട്ടുവഴിയിലെ കാർന്നോൻ, അയാളോട് സങ്കടം പറഞ്ഞൊരു മനുഷ്യനോട് ഒറ്റ വാക്ക് തിരിച്ചു പറഞ്ഞു. എന്ത്? ഈശോ. മകൻ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നതിൻ്റെ സങ്കടത്തിൽ നെഞ്ചെരിഞ്ഞ ഒരപ്പൻ പണ്ട് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. അയാൾ അന്ന് നോക്കിയപ്പോൾ ആ പ്രാർത്ഥിച്ചതിൻ്റെ മെച്ചം ഒന്നും അയാളുടെ ആയുസ്സിൽ പുള്ളി
കണ്ടിട്ടില്ല, പക്ഷെ അന്നിട്ടൊരു വിത്ത് ഇന്ന് മുളയെടുക്കുകയാണ്. അയാളുടെ ദൗത്യം അയാൾ പൂർത്തിയാക്കിയിട്ടാണ് കടന്നുപോയത്. നമുക്കൊക്കെ നമ്മുടെ അഭിഷേകത്തോട് ചേർന്ന് ഒരു ദൗത്യം ജീവിക്കാനുണ്ട്. അഭിഷേകത്തോട് ചേർന്നൊരു ദൗത്യം ജീവിക്കാനുണ്ട്. അഭിഷേകത്തോട് ചേർന്നുള്ള ദൗത്യം ജീവിക്കുന്നില്ലെങ്കിൽ ഈ അഭിഷേകം പാഴായി പോവുകയാണ് എന്നോർക്കണേ. അതുകൊണ്ട് ദൗത്യം, നീ എത്ര പ്രാർത്ഥിച്ചു നല്ല കാര്യമാണ്, പക്ഷേ ജീവിത പങ്കാളി, ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ആ നോവുണ്ട്. ജീവിത പങ്കാളി ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ അത് കുടുംബകലഹത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുക. പറ്റുമ്പോഴൊക്കെ ഈശോയെക്കുറിച്ച് പറ. അതിൻ്റെ പേരിൽ 2 തല്ല് കിട്ടിയാലും സാരമില്ല, ഈശോയെക്കുറിച്ച് പറ. ഒരു ദിവസം ഈ ഒരു വിത്തും പാഴായി പോകില്ല. കണ്ണീരിൽ കുതിർത്ത് നീ വിതയ്ക്കുന്ന ഒരു വിത്തും പാഴായി പോയി. എപ്പോഴും ഓർത്ത് വെച്ചേക്കണേ. കുട്ടനാട്ടിൽ, ഞാൻ കുട്ടനാട്ടുകാരനാണ്, കുട്ടനാട്ടിൽ ചാക്കിൽ കെട്ടി വിത്ത് ആദ്യം വെള്ളത്തിലിറക്കിയിടും. എന്നിട്ട് ആ വിത്ത് ഇങ്ങനെ പതുക്കെ പൊട്ടി വരുമ്പോഴാണ് അത് പിന്നെ എടുത്ത് കൊട്ടയിലാക്കി വിതയ്ക്കുന്നത്, ഇവിടെ പാടത്ത് കൊണ്ടുപോയി വിതയ്ക്കുന്നത്. അതുപോലെ കുട്ടനാട്ടിലെ തോടുകളിൽ ഈ ചണച്ചാക്കിൽ കെട്ടി വിത്തിറക്കിയിടുന്നത് പോലെ നിന്റെ കണ്ണീരിൽ കെട്ടി നീ നിന്റെ വിത്തിറക്കിയിട്ടത് വിതയ്ക്ക്. അത് കുടുംബത്തിൽ, സമൂഹത്തിൽ വിതയ്ക്ക്. അതൊക്കെ നാമ്പെടുക്കും, അതൊക്കെ കതിരി ചൂടും, അതൊക്കെ വിളവെടുപ്പ് ആഘോഷിക്കുന്നത് നീ അറിയും. നിന്റെ അഭിഷേകത്തിന്റെ ഭാഗമായി ദൈവം തന്നിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടൊരു സ്വാർത്ഥതയുടെ ആത്മീയത ജീവിക്കരുതേ. അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറഞ്ഞതെന്താ? നടപടി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. ആ ഉത്തരവാദിത്വം നമുക്കെല്ലാം ഉണ്ട്. അതിനൊരു ഓർഡർ ഉണ്ട്, അതിനൊരു ക്രമമുണ്ട്. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കണേ. കാരണം നിങ്ങൾ ഈ വന്നിരിക്കുന്നവർ ഉള്ളതിൽ ഭേദമുള്ള പ്രാർത്ഥനക്കാരാണെന്ന് എനിക്കറിയാം. ഉള്ളതിൽ ഭേദമുള്ളവരാ. അപ്പോൾ നമുക്ക് പറ്റാൻ സാധ്യതയുള്ളൊരു അപകടം കൂടി ഇതിനോട് ചേർത്ത് പറയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ അപകടം പറയുന്നത് നമുക്ക് ജാഗ്രത ഉണ്ടാകണം. അന്ന് ഈശോ പറഞ്ഞു വെച്ചിരുന്ന ഒരു ഓർഡർ ഉണ്ട്, ഒരു ക്രമമുണ്ട്. എന്താ ക്രമം? ആദ്യം എവിടെ പ്രസംഗിക്കണം? ജെറുസലേം, അടുത്തത് യൂദയ മുഴുവൻ, അടുത്തത് സമരിയായിൽ, അതിന്റെ ഒടുക്കം ലോകം മുഴുവൻ, ലോകത്തിന്റെ അതിർത്തികൾ വരെ, ലോകത്തിന്റെ അതിർത്തികൾ വരെ. ഇതെന്താ സംഭവം? ആദ്യം നീ നിൽക്കുന്നിടത്ത് പറ. അതെവിടെയാ? ജെറുസലേം. നിൽക്കുന്നിടത്ത് വചനം പറ. നിൽക്കുന്നിടത്ത് കർത്താവിനെ കുറിച്ച് പറ. നിന്റെ വീട്, നിന്റെ മക്കൾ, നിന്റെ ജീവിത പങ്കാളി, നിൽക്കുന്നിടത്ത് കർത്താവിനെ കുറിച്ച് പറ. അടുത്തത് യൂദയ മുഴുവൻ. എന്താ യൂദയ മുഴുവൻ? ഇത് സ്വവർഗം ജീവിക്കുന്ന ഇടമാണ്. നമ്മുടെ ദേശമാണ് യൂദ, നമ്മുടെ ദേശമാണ്. നമ്മുടെ ദേശത്ത് പറ, നമ്മുടെ ദേശത്ത് പറ. അടുത്തത് സമരിയായുടെ പ്രത്യേകത എന്താ? ആ സമരിയ യഹൂദരുമല്ല വിജാതിയരുമല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ സമരിയാക്കാർക്ക്. സമരിയാക്കാർ യഹൂദരുമല്ല, അർദ്ധ യഹൂദർ അല്ലെങ്കിൽ അർദ്ധ വിജാതിയർ. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ പിതാവായ യാക്കോബ് ഞങ്ങൾക്ക് നൽകിയ കിണർ അതിനേക്കാട്ടിലും വലിയ കിണർ നീ കുത്തിത്തരുവോ? കാരണം എന്താ? ഒരു പിതൃത്വം, ഒരു ലൈൻ കോമൺ ആയിട്ട് കിടപ്പുണ്ട്. യാക്കോബിന്റെ പരമ്പരയിൽ വരും, അവരും ഉൾപ്പെടും. അപ്പൊ സമരിയ അർത്ഥയഹൂദനാണ്. അപ്പൊ എന്താ? അടുത്ത ഡിഗ്രിയിലോട്ട് ആദ്യം നിൽക്കുന്നിടത്ത് കർത്താവിനെ കുറിച്ച് പ്രഘോഷിക്കുക. അടുത്തത് നമ്മുടെ ദേശത്ത് പറ. അത് കഴിഞ്ഞിട്ട് അർത്ഥയഹൂദരുടെ അടുത്ത് പറ, സമരിയക്കാര്. അടുത്തത് എവിടെ ചെല്ലണം നീ? ലോകത്തിന്റെ അതിർത്തി. ഈ പറയുന്ന കാലത്ത് അവരുടെ ജോഗ്രഫിക്കൽ അറിവ് വെച്ച് ലോകത്തിന്റെ അതിർത്തി ഏതെന്നറിയാമോ? ലോകത്തിന്റെ അതിർത്തിയാണ് റോം. ലോകത്തിന്റെ അതിർത്തിയാണ് റോം. ഇനി ഇതിനകത്തെ ദൈവിക പദ്ധതി, ഈ നടപടി പുസ്തകം അവസാനിക്കുമ്പോൾ വചനം എവിടെ എത്തിയെന്നറിയാമോ? വചനം റോമിലെത്തി. വചനം റോമിലെത്തുകയാണ്. ലോകത്തിന്റെ അതിർത്തികൾ വരെ കർത്താവിന്റെ സുവിശേഷം ഈ ഓർഡറിൽ വേണം കർത്താവിനെ പ്രഘോഷിക്കാൻ നമ്മളും. അതായത് എന്താ അർത്ഥം? ഇങ്ങോട്ട് ഏറ്റ പാടെ ആദ്യം റോമിലോട്ട് പോകരുതെന്ന്. ചിലർക്ക് ആ അപകടമുണ്ട്. അഭിഷേകം കിട്ടിയ പാടെ നേരെ വണ്ടി പിടിക്കുക റോമിലേക്ക്. വെയിറ്റ് ചെയ്യുക. ആദ്യം ജെറുസലേമിൽ, അടുത്തത് യൂദായിൽ, അടുത്തത് സമരിയായിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ചെല്ലുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഞാൻ അല്പം അടയാളങ്ങളിലൂടെയാണ് പറഞ്ഞത്, എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആവൃത്തിക്കുള്ളിൽ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തി തുടങ്ങണം. അഭിഷേകം ജീവിക്കണം. ഹല്ലേലൂയ.